പട്ടുവം കൂത്താട്ട് കൂറ്റൻകല്ലുകൾ താഴേക്ക് പതിച്ച് വീട് അപകടാവസ്ഥയിൽ. രൂക്ഷമായ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഇടുപ്പക്കുന്നിൽ നിന്നാണ് പുന്നക്കൽ സൂറയുടെ വീടിന് പിൻവശത്തേക്ക് കല്ലുകൾ പതിച്ചത്. പട്ടുവം കൂത്താട്ടെ ഇടുപ്പക്കുന്ന് അതിരൂക്ഷമായ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണ്. 2019 അപകട ഭീഷണിയെ തുടർന്ന് MLA ഇടപെട്ട് വിദഗ്ധ സംഘം പരിശോധിക്കുകയും വലിയ രീതിയിൽ ലാൻഡ് സ്ലൈഡിംഗിന് സാധ്യത നിലനിൽക്കുന്നതായി റിപ്പോർട്ടും നൽകിയിരുന്നു. തുടർന്ന് കുന്നിന് താഴെയുള്ള 5 വീട്ടുകാരെ നഷ്ടപരിഹാരം നൽകി മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇതിന് സമീപത്താണ് ഇപ്പോൾ കുന്നിൽ നിന്നും കൂറ്റൻ കല്ലുകൾ താഴേക്ക് പതിച്ചത്. പുന്നക്കൻ സുഹറയുടെ വീടിന് പിൻവശത്തേക്ക് പതിച്ച കല്ലുകൾ ചുവരിൽ തട്ടിയാണ് നിന്നത്. വീണ്ടും കല്ലുകളും മണ്ണും പതിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. നേരത്തെ തന്നെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് കുന്നിടിയൽ ഭീഷണി തടയണമെന്ന് ആവശ്യപ്പെട്ടതായും സർക്കാർ ഈ ആവശ്യം നിരാകരിച്ചതാണ് ഇപ്പോൾ കുന്നിടിയാൻ ഇടയാക്കിയതെന്നും പ്രത്യേക പാക്കേജ് തയ്യാറാക്കി എല്ലാവരെയും സംരക്ഷിക്കാൻ തയ്യാറാകണമെന്നും മുൻ വാർഡ് മെമ്പറും DCC ജനറൽ സെക്രട്ടറിയുമായ രാജീവൻ കപ്പച്ചേരി ആവശ്യപ്പെട്ടു. ഇന്ന് പുലർച്ചെ കൂത്താട്ട് പുന്നക്കൻ സുഹറയുടെ വീടിന്റെ പിറകുവശത്തുള്ള കുന്നിടിഞ്ഞു വീണ് വലിയ പാറകൾ വീടിന് സമീപത്തേക്ക് പതിച്ചിരിക്കുക, വീടിനോട് ചേർന്ന് പതിച്ചിരിക്കുകയാണ്. വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. 2019 ഈ പ്രദേശത്തെ ഇടുപ്പക്കുന്ന് മുഴുവൻ പല സ്ഥലത്തും ഇടിഞ്ഞതുകൊണ്ട് ഇവിടെ 5ഓളം കുടുംബത്തെ അന്ന് മാറ്റി പാർപ്പിക്കുകയും 5ഓളം കുടുംബങ്ങളെ അവർക്ക് ധനസഹായം എത്തിക്കുന്ന സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് 30ഓളം കുടുംബങ്ങൾ അപകട ഭീഷണി നേരിടുന്നുണ്ടെന്നും ഈ കുന്നിൽ നിന്ന് അപകട ഭീഷണി നേരിടുന്നുണ്ടെന്നും ഞങ്ങൾ വ്യക്തമായി ആവശ്യപ്പെട്ടതാണ്. ഇവിടെ ഈ വീടുകളുടെ പിറകുവശം സംരക്ഷണ ഭിത്തികൾ പണിത് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികൾ പണിത് ഈ കുടുംബങ്ങളെ ജീവിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ സർക്കാർ സംവിധാനം അത് ഒരുങ്ങാത്തതിന്റെ ഫലമായി ഇന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.